നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലും നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ നല്ല നല്ല ടിപ്സ് ആയിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ടിപ്പിൽ പറയുന്നത്, നമ്മൾ ദോശമാവൊക്കെ റെഡിയാക്കിയിട്ട് അത് ചുടാൻ വേണ്ടിയിട്ട് നമ്മൾ രാവിലെ എടുക്കൂലേ, രാത്രി മാവൊക്കെ കൂട്ടി വെച്ച് രാവിലെ എടുക്കുന്ന സമയത്ത് അതിലേക്ക് ഒരു വലിയ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ദോശയ്ക്ക് നല്ല സോഫ്റ്റ്നെസ് ഉണ്ടാവും, അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. പിന്നെ നമ്മൾ നോൺ സ്റ്റിക്ക് പാനിലൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ എപ്പോഴും ഇരുമ്പ് ചട്ടിയാണ് കേട്ടോ ദോശ ഉണ്ടാക്കാൻ നല്ലത്. അപ്പോൾ നോൺ സ്റ്റിക്ക് പാനിലൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ പിന്നീട് നമുക്ക് എണ്ണ പുരട്ടേണ്ട ആവശ്യമില്ല, എന്നാലും ചെറിയൊരു എണ്ണമായി അതിന് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇനി അറിയാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമ്മൾ അടുത്തതായിട്ട് പറയുന്നത്, നമ്മൾ ചില സമയത്തൊക്കെ ദോശ ചുടുമ്പോൾ നമ്മൾ ഇരുമ്പ് ചട്ടിയിൽ, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഇരുമ്പ് ചട്ടിയിൽ ചുട്ടെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ചട്ടിയിൽ ചുടുന്ന സമയത്ത് തീ ഒന്ന് കൂട്ടി വെച്ചാലോ അല്ലെങ്കിൽ അടുപ്പിലൊക്കെ ചുടുമ്പോൾ അടിയിൽ തീ കൂടി വന്നാലൊക്കെ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ടല്ലേ. പിന്നീട് നമ്മൾ ആ ദോശ തീരുന്നത് വരെ ആ ഒരു അടി പിടിച്ച ഭാഗത്ത് ദോശ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ചുട്ടെടുക്കാനൊരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു ഒട്ടിപ്പിടിച്ചതൊക്കെ മാറി നല്ല പൂ പോലെ നമുക്ക് അപ്പം ചുട്ടെടുക്കാനുള്ളൊരു ട്രിക്കാണ് കേട്ടോ. കണ്ടോ, ഇതിപ്പോൾ നല്ല പോലെ രണ്ടാമത്തെ അതുപോലെ തന്നെ ആ സൈഡ് കണ്ടോ ഒട്ടിപ്പിടിച്ചത്. അപ്പോൾ ഒട്ടിപ്പിടിച്ചതൊക്കെ നമ്മൾ ആദ്യം ചട്ടുകം വെച്ചിട്ട് നല്ല പോലെ ഇളക്കിയെടുക്കണം കേട്ടോ. അത് ഇളക്കിയെടുത്ത് ആ ചട്ടി ഒന്ന് തുടച്ചെടുക്കാം. ആ ഒരു കരിയൊക്കെ അവിടെ നിന്ന് മാറ്റിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇരുമ്പ് ചട്ടിയിൽ എപ്പോഴും വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് പാം ഓയിലിന് അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ, പിന്നെ നല്ലെണ്ണ, അതൊക്കെ ആയിരിക്കും കേട്ടോ ചട്ടിയിൽ നിന്ന് വിട്ട് കിട്ടാൻ നല്ലത്. അപ്പോൾ ഇത് നല്ല പോലെ തുടച്ചെടുത്തിട്ട് അതിലേക്ക് ഒരു കോഴിമുട്ട എടുത്തിട്ടുണ്ട് ഞാൻ. അത് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ആ കോഴിമുട്ട ആ ചട്ടിയിലൊന്ന് പൊരിച്ചെടുക്കാം. നല്ല രീതിയിൽ എണ്ണ ഒഴിച്ചിട്ട് അത് പൊരിച്ച് എടുത്തതിന് ശേഷം നമ്മൾ ദോശ ഒന്ന് ചുട്ട് നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു വ്യത്യാസം മനസ്സിലാവും കേട്ടോ. പിന്നീട് നമ്മൾ ദോശ ചുടുമ്പോൾ നമുക്ക് പൂ പോലെ ഇങ്ങനെ ദോശ പെറുക്കിയെടുക്കാൻ പറ്റും. അത്രയും നല്ല രീതിയിൽ നമുക്ക് ദോശ ഒട്ടിപ്പിടിക്കാതെ തന്നെ കിട്ടും കേട്ടോ. പിന്നെ നമ്മളെപ്പോഴും ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചട്ടിയിൽ എണ്ണ പുരട്ടാൻ വേണ്ടിയിട്ട് ഒരു കോട്ടൻ്റെ തുണി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ചകിരിയൊക്കെ പണ്ടത്തെ കാലത്ത് യൂസ് ചെയ്യാറില്ലേ, അങ്ങനെ എന്തെങ്കിലും എടുക്കുക. സിലിക്കോണിൻ്റെ ബ്രഷൊക്കെ ഇപ്പം ഒരുപാട് പേര് യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. വളരെ ഡേഞ്ചറാണ് കേട്ടോ. അപ്പോൾ അതൊന്നും യൂസ് ചെയ്യാതിരിക്കുക. അപ്പോൾ നമ്മളിതാ മുട്ട പൊരിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി ദോശ എടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ നേരത്തെ ആ ഒരു ഉപയോഗിച്ച ചട്ടി തന്നെ ആവില്ല, അത്ര ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ദോശ എടുക്കാൻ പറ്റും. കണ്ടോ ഒട്ടിപ്പിടിക്കാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം. അടുത്തതായിട്ട് പറയുന്നത്, നമ്മുടെ വീട്ടിൽ നമ്മുടെ കൗണ്ടർ ടോപ്പും ടേബിളും പിന്നെ പ്രാണികളൊക്കെ വരുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് നല്ല രീതിയിൽ തുടച്ചെടുക്കാൻ, ഈ പ്രാണികൾ വരാത്ത രീതിയിൽ തുടച്ചെടുക്കാനുള്ളൊരു സൊല്യൂഷനാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഞാനിത് ഒരു നാരങ്ങയുടെ നീര് ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയും ഇതുപോലെ കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് സോപ്പ് ലിക്വിഡ് വേണം. ഞാനിത് വിമ്മിൻ്റെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ സോപ്പ് ലിക്വിഡ് ആണെങ്കിൽ ഒരു ടീസ്പൂൺ ഏതെങ്കിലും ലിക്വിഡ് ഒഴിച്ചു കൊടുക്കാം, പ്രില്ലോ ഫയറി അങ്ങനെ എന്തെങ്കിലും. പിന്നെ ഇതിലേക്ക് കുറച്ച് സവാളയുടെ തൊലി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 സവാളയുടെ തൊലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്മെല്ലിന് വേണ്ടിയിട്ട് കുറച്ച് ടാൽക്കം പൗഡറും ഇട്ടിട്ട് നല്ല പോലെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇത് തണുത്തതിന് ശേഷം ഒരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റാം. എന്നിട്ട് നമ്മൾ ഡൈനിങ് ടേബിളിലൊക്കെ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് തുടച്ചു കൊടുക്കുകയാണെങ്കിൽ അവിടെ ഉറുമ്പോ പ്രാണികളോ അങ്ങനെയൊന്നും വരില്ല. പിന്നെ നല്ലൊരു സ്മെല്ലും ആയിരിക്കും കേട്ടോ. അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കി സക്സസ് ആയതാണ് കേട്ടോ. നമ്മൾ ഉറുമ്പൊക്കെ വരുന്ന ആ ഒരു ഭാഗത്ത് ഇത് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് തുടച്ചു കൊടുക്കുകയാണെങ്കിൽ അവിടെ പിന്നീട് ഉറുമ്പൊന്നും വരില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കർട്ടനിലൊക്കെ ഇതുപോലെ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചിലന്തിയൊക്കെ ഉണ്ടാവില്ലേ, കർട്ടൻ്റെ ബാക്കിലൊക്കെ ചെറിയ ചെറിയ ചിലന്തികളൊക്കെ ഇങ്ങനെ വല കെട്ടിയിട്ട്, അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇതുവരെ അറിയാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ചെയ്ത് നോക്കണേ. പിന്നെ അടുത്തതായിട്ട് പറയുന്നത്, വെളുത്തുള്ളി വളരെ എളുപ്പത്തിൽ തൊലി കളഞ്ഞെടുക്കാനുള്ളൊരു ട്രിക്കാണ് കേട്ടോ. എത്ര കിലോ വെളുത്തുള്ളി ഉണ്ടെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ പെട്ടെന്ന് തന്നെ തൊലി കളഞ്ഞെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 4 കുടം വെളുത്തുള്ളി മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഇതുപോലെ ചെയ്തെടുക്കാം. ഞാനിത് വെളുത്തുള്ളിയുടെ ആ 2 സൈഡും ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. ആ ഒരു ഭാഗത്തെ തൊലിയാണ് നമുക്ക് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. അപ്പോൾ അത് 2 സൈഡും ഒന്ന് മുറിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അല്ലികൾ ഓരോന്നെടുത്ത് മുറിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാനിത് അതുപോലെ ഒരു കുടം പകുതിയാക്കിയിട്ട് 2 സൈഡൊന്ന് ഇതുപോലെ മുറിച്ചു കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ അങ്ങനെ നമുക്ക് ഈ 5 കുടം വെളുത്തുള്ളിയുടെ 2 സൈഡും ഇങ്ങനെ മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള തൊലി അങ്ങോട്ട് കളയാം. എന്നിട്ട് നമുക്കിത് ഓരോന്നായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. കൈ വെച്ചിട്ട് ഒന്ന് തിരുമ്മി കൊടുത്താൽ മതി കേട്ടോ. ഓരോ അല്ലികളാക്കിയിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു ബൗളിലേക്ക് ഇട്ടിട്ട് ഇതിലേക്ക് നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കൈ പൊള്ളുന്ന രീതിയിലുള്ള ചൂട്, നല്ല തിളച്ച വെള്ളമല്ല, കൈ ഇങ്ങനെ വിരൽ മുക്കുമ്പോൾ ചെറിയൊരു ചൂട് നമുക്ക് അനുഭവപ്പെടില്ല, അങ്ങനെയുള്ള ചൂടിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമുക്കിത് എടുക്കുമ്പോഴേക്കും നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, ഇതിൻ്റെ തൊലി ഇങ്ങനെ വിട്ട് നിൽക്കുന്നുണ്ടാവും കേട്ടോ. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവർ പോലെ ഇങ്ങനെ അതിൻ്റെ മുകളിൽ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഇതെടുത്തൊരു ഊറ്റുകൊട്ടയിലേക്ക് ഇട്ടിട്ട് ഇത് ഈ ഒരു ഊറ്റുകൊട്ടയിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് തിരുമ്മിയെടുക്കുകയാണ് ചെയ്യുന്നത്. കൈ വെച്ചിട്ട് തിരുമ്മിയെടുത്താൽ തന്നെ ഒരുവിധമൊക്കെ പോകും. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് നമുക്ക് തൊലി പെട്ടെന്ന് തന്നെ പോയി കിട്ടും. കയ്യിൽ നമുക്കിങ്ങനെ ഇതിലൊരു ഉരയുന്ന പോലെയാണല്ലോ ഈ ഒരു ഹോൾസ് ഉള്ള ഭാഗം ഉണ്ടാവുക. അപ്പോൾ അതിലിങ്ങനെ തട്ടുമ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ തൊലിയൊക്കെ പോയി കിട്ടും കേട്ടോ. കണ്ടോ, നല്ല പോലെ ഒന്ന് തിരുമ്മിയെടുക്കുക. ഏകദേശം 1 മിനിറ്റോളം ഇങ്ങനെ നല്ല പോലെ തിരുമ്മി എടുത്തിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ കയ്യിലേക്ക് ഇതിൻ്റെ ഒരുവിധം തൊലിയൊക്കെ കയ്യിലേക്ക് തന്നെ പോന്നിട്ടുണ്ട്. കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഇത് കുറച്ച് വെള്ളത്തിലിട്ട് ഒന്ന് കഴുകിയെടുക്കുമ്പോൾ തൊലിയൊക്കെ വെള്ളത്തിൽ പോയിട്ടുണ്ടാവും. നമുക്ക് ഓരോന്നോരോന്ന് ഇങ്ങനെ പെറുക്കി എടുക്കുമ്പോൾ തൊലിയില്ലാതെ നമുക്ക് വെളുത്തുള്ളി എടുക്കാൻ പറ്റും കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ എത്ര സമയം എടുത്തിട്ടാണല്ലേ വെളുത്തുള്ളി തൊലി കളഞ്ഞെടുക്കൽ. ഇനി നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കുക. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇനി ഇതിലൊരു 90% മുഴുവനായിട്ട് തൊലി പോയിട്ടുണ്ടാവും. ഇനി ഇടയിലൊന്നോ തൊലി പോയിട്ടില്ലെങ്കിൽ അതൊന്നും അങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ പെട്ടെന്ന് പോരും ചെയ്യും കേട്ടോ. കണ്ടോ, ഇതൊക്കെ തൊലി പോന്നിട്ടുണ്ട്. കണ്ടോ, ചിലത് 1/4 ഭാഗത്തോളം ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. അത് കൈ വെച്ചിട്ട് ഒന്നങ്ങോട്ട് തിരുമ്മിയെടുത്താലും മതി. കണ്ടോ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം. ഞാനിതവിടെ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു 3/4 ഗ്ലാസ്സോളം വെള്ളം ഉണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 3 അല്ലി വെളുത്തുള്ളി ചെറിയ പീസസ് ആക്കിയിട്ട് ഇട്ട് കൊടുത്ത് ഇത് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഈ വെള്ളം തിളച്ച് വരുമ്പോഴേക്കും ഈ വെളുത്തുള്ളിയുടെ ഗുണങ്ങളൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങും കേട്ടോ. അപ്പോൾ നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഒരു 2 മിനിറ്റോളം ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് അരിച്ചെടുത്ത് ഈ വെള്ളം തണുക്കാനായിട്ട് മാറ്റി വെക്കണം. തണുത്തതിന് ശേഷമാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതാ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം ഈ വെള്ളം അരിച്ചെടുത്ത് നമ്മൾ കഴുകാനിടുന്ന തുണികളുണ്ടല്ലോ വാഷിംഗ് മെഷീനിൽ, അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഡ്രസ്സിൽ എന്തെങ്കിലും രോഗാണുക്കളോ ബാക്ടീരിയ ഒക്കെ ഉണ്ടെങ്കിൽ അത് നശിക്കാൻ ഈ ഒരു വെളുത്തുള്ളിയുടെ വെള്ളം ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ചിലർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാവും വെളുത്തുള്ളിയുടെ ഒരു ബാഡ് സ്മെൽ ഉണ്ടാവില്ലെന്ന്. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന പോലെ കുറച്ച് കംഫർട്ടോ അല്ലെങ്കിൽ സ്മെല്ലിന് വേണ്ടിയിട്ട് കുറച്ച് സ്പ്രേ ഒക്കെ ആക്കി കൊടുത്താൽ മതി ഡ്രസ്സിലേക്ക്. പിന്നെ അതാ സോപ്പ് പൊടി ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഡ്രസ്സിൻ്റെ മുകളിലായിട്ടാട്ടോ സോപ്പ് പൊടി ഇട്ട് കൊടുക്കുക. ആ ഒരു സോപ്പ് പൊടി ഇടുന്ന ബോക്സിലേക്ക് ഇടാറില്ല. അത് മെഷീന് കംപ്ലൈൻ്റ് ആണെന്നൊക്കെ അറിയാം, പക്ഷെ എന്നാലും അങ്ങനെയാണ് ഒന്നുകൂടെ കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇനി വെളുത്തുള്ളി വെള്ളം കൂടെ ചേർത്തിട്ട് തുണികൾ അലക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ഡ്രസ്സ് അലക്കുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യാം. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയി വന്നാൽ ഇങ്ങനെ ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഡ്രസ്സിലുള്ള രോഗാണുക്കളൊക്കെ നമുക്ക് പൂർണ്ണമായിട്ടും നശിപ്പിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇന്ന് കാണിച്ച ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുകയാണ്. ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്